എം.ടി. വാസുദേവൻ നായരുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത കശ്മീരി ചീറ്റ എന്ന ഗ്രൂപ്പ് തന്നെയാണ് എം.ഡിയുടെ വെബ്സൈറ്റും ഹാക്ക് ചെയ്തിരിക്കുന്നത്. ജ്ഞാനപീഠ ജേതാവും മലയാളത്തിന്റെ പ്രശസ്ത എഴുത്തുകാരനുമായ എം.ടി. വാസുദേവൻ നായരുടെ വെബ്സൈറ്റ് പാക് സൈബർ അറ്റാക്കേഴ്സ് ഹാക്ക് ചെയ്തു എന്നാണ് സൈറ്റിൽ ലഭ്യമാകുന്ന വിവരം. കശ്മീരി ചീറ്റാസ് എന്ന പേരിലാണ് സന്ദേശം ലഭിക്കുന്നത്. നോട്ട് നിരോധനത്തെ വിമർശിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം എം.ടി. വാസുദേവൻ നായർ രംഗത്തെത്തിയിരുന്നു. ഇതിനെതിരെ പ്രതിഷേധവുമായി ബി.ജെ.പി. അനുകൂലികളും സംഘപരിവാറുകാരും രംഗത്തെത്തിയിരുന്നു. കടുത്ത വിമർശനങ്ങളാണ് എം.ടിക്കെതിരെ ഉയർന്നിരുന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ എം.ടിയുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് പാക് സൈബർ അറ്റാക്കേഴ്സിന്റെ കാശ്മീരി ചിറ്റ എന്ന സംഘമാണ് എം.ടിയുടെയും പേജ് ഹാക്ക് ചെയ്തിരിക്കുന്നത്. വിമാനത്താവളത്തിന്റെ പേജിലുണ്ടായിരുന്ന അതേ ഡിസ്പ്ലേ തന്നെയാണ് എം.ടിയുടെ പേജിലും. വി ആർ അൺബീറ്റബിൾ എന്നും മെസ് വിത്ത് ദ ബെസ്റ്റ് ഡൈ ലൈക്ക് ദ റെസ്റ്റ് എന്ന സന്ദേശവും സൈറ്റിലുണ്ട്. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. എം.ടി. വാസുദേവൻ നായർക്കെതിരെ ബി.ജെ.പി. നേതാവ് എൻ രാധാകൃഷ്ണന്റെ പരാമർശം സാംസ്കാരിക ഫാസിസമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തനിക്കെതിരായ വിജിലൻസ് കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. തോമസ് ഐസക്കും സംസ്ഥാന സർക്കാരും എണ്ണത്തോണിയിലാണെന്ന് അദ്ദേഹം പരിഹസിച്ചു. പ്രതിപക്ഷത്തിന്റെ കഴിഞ്ഞ 7 മാസത്തെ പ്രവർത്തനം തൃപ്തികരമാണെന്നും ചെന്നിത്തല പറഞ്ഞു. കേരളത്തിന്റെ അഭിമാനമാണ് ശ്രീ എം.ടി. വാസുദേവൻ നായർ. അദ്ദേഹം ചില പരാമർശങ്ങൾ നോട്ട് പിൻവലിക്കുന്നതിനെതിരെ നടത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ബി.ജെ.പി. നടത്തിയ പരാമർശങ്ങൾ തികഞ്ഞ വില കുറഞ്ഞ നടപടിയായിരുന്നു. സാംസ്കാരിക ഫാസിസമാണ് നമുക്കിതിലൂടെ കാണാൻ കഴിയുന്നത്. സംസ്ഥാനത്ത് സാഹിത്യകാരന്മാരും കലാകാരന്മാരും എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് ബി.ജെ.പി. അല്ല. ആ വിജിലൻസിൻ്റെ പ്രാഥമിക അന്വേഷണത്തെ ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. അത് ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി ഗവൺമെൻറ്റുകൾ ചെയ്യുന്ന നടപടി മാത്രമാണ്. അല്ല, ധനമന്ത്രിയോടൊന്നും പറയാനില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം പറയും ബി.ജെ.പിയുടെ ബി ടീമാണെന്ന് പറയും. അതുകൊണ്ട് ഇനി ഒന്നും പറയുന്നില്ല. സംസ്ഥാന ഗവൺമെൻറ്റിന് ചെയ്യേണ്ട ഏത് കാര്യമാണ് ധനകാര്യമന്ത്രി ചെയ്തിട്ടുള്ളത്? രണ്ടുപേര് എണ്ണത്തോണി കിടക്കുക. സംസ്ഥാന ഗവൺമെൻറ് എണ്ണത്തോണിയിലാണ്, ഐസക്ക് എണ്ണത്തോണിയിലാണ്. ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, കഴിഞ്ഞ 7 മാസക്കാലത്തെ പ്രതിപക്ഷ പ്രവർത്തനം നല്ല വിജയമായി. ഡിജിറ്റൽ പണമിടപാടുകൾക്കായി പ്രധാനമന്ത്രി മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. ഭീം എന്ന് പേരിട്ടിരിക്കുന്ന മൊബൈൽ ആപ്പ് പ്രവർത്തിക്കാൻ ഇന്റർനെറ്റോ സ്മാർട്ട് ഫോണോ ആവശ്യമില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദില്ലിയിൽ നടന്ന ഡിജിധൻ മേളയിൽ വച്ചാണ് മോദി പുതിയ ആപ്പ് പുറത്തിറക്കിയത്. തുക പിൻവലിക്കുന്നതിനുള്ള നിയന്ത്രണം ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് പുതിയ മൊബൈൽ ആപ്ലിക്കേഷനുമായി പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത്. നോട്ട് പിൻവലിക്കാനുള്ള നിയന്ത്രണം നീക്കണമെന്ന് CPIM പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. കർഷകർക്ക് കടാശ്വാസം പ്രഖ്യാപിക്കണമെന്നും അസാധുവാക്കിയ നോട്ടുകൾ എത്ര തിരിച്ചെത്തിയെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കണമെന്നും CPIM. ഇതടക്കം 9 ആവശ്യങ്ങൾ പ്രധാനമന്ത്രിക്ക് മുന്നിൽ CPIM ഉന്നയിച്ചു. വിവരങ്ങളുമായി M. സന്തോഷ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. സന്തോഷ്, പ്രധാനമന്ത്രിക്ക് മുന്നിൽ CPIM ഉന്നയിച്ചിരിക്കുന്ന 9 ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? മനു, പുതിയ പ്രഖ്യാപനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തെ അഭിസംബോധന ചെയ്യാനിരിക്കെയാണ് ജനപക്ഷത്തു നിന്നുള്ള ആവശ്യങ്ങൾ CPIM പോളിറ്റ് ബ്യൂറോ മുന്നോട്ട് വച്ചിരിക്കുന്നത്. സ്വന്തം അക്കൗണ്ടുകളിൽ നിന്നും പണം പിൻവലിക്കുമ്പോഴുള്ള എല്ലാ നിയന്ത്രണങ്ങളും എടുത്തുകളയണമെന്നാണ് പ്രധാന ആവശ്യം. നോട്ട് നിരോധനം മൂലം ദുരിതത്തിലായ കർഷകർക്കും പാവങ്ങൾക്കും ചില ആശ്വാസ നടപടികൾ വേണമെന്നും CPIM ആവശ്യപ്പെടുന്നു. കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളണം. ചെറുകിട ഇടത്തരം വ്യാപാരികൾക്ക് നികുതി ഇളവ് നൽകണം. സഹകരണ ബാങ്കുകൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിക്കണം. നോട്ട് പിൻവലിച്ച നടപടി സംസ്ഥാനങ്ങൾക്ക് കനത്ത വരുമാന നഷ്ടം ഉണ്ടാക്കിയതിനാൽ കേന്ദ്രം നഷ്ടപരിഹാരം നൽകണം. ക്യാഷ്ലെസ് നയം നടപ്പാക്കുമ്പോൾ ജനങ്ങൾക്ക് അധിക ഭാരം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കണം. ഡിജിറ്റൽ ഇടപാടുകൾക്ക് കൂടുതൽ ചാർജ് ഈടാക്കരുത്. റേഷൻ വിതരണത്തിന് ആധാർ നിർബന്ധമാക്കാതെ എല്ലാ കാർഡ് ഉടമകൾക്കും റേഷൻ അനുവദിക്കണം തുടങ്ങിയവയാണ് CPIM മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യങ്ങൾ. ചില അസാധുവാക്കിയ നോട്ടുകൾ മുഴുവൻ ബാങ്കുകളിൽ തിരിച്ചെത്തിയോ എന്നുള്ള കാര്യവും കേന്ദ്ര സർക്കാർ വിശദീകരിക്കേണ്ടതുണ്ട്. എത്ര രൂപയുടെ പുതിയ നോട്ടുകൾ അച്ചടിച്ചു? അസാധുവാക്കിയതിന് തത്തുല്യമായ പുതിയ നോട്ടുകളുടെ വിതരണം എത്ര നാൾ കൊണ്ട് പൂർത്തിയാകും? നോട്ട് നിരോധനം മൂലം രാജ്യത്തിന് എത്ര സാമ്പത്തിക നഷ്ടമുണ്ടായി? എത്ര പേർക്ക് ജോലിയും ജീവനോപാധിയും നഷ്ടമായി തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമന്ത്രി വിശദീകരിക്കണമെന്നും CPM BB ആവശ്യപ്പെട്ടു. അഴിമതി തടയുകയാണ് ലക്ഷ്യമെങ്കിൽ വ്യാപം അഴിമതി, സഹാറ ബിർള ഡയറി തുടങ്ങിയവയിൽ അന്വേഷണം പ്രഖ്യാപിക്കാത്തത് എന്താണെന്നും CPM ചോദിക്കുന്നു. നോട്ട് നിരോധനത്തിന്റെ കെടുതികൾ മൂലം മരണപ്പെട്ട 100-ലധികം പേരുടെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും CPIM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മനു, ശരി. M. സന്തോഷാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി പറഞ്ഞ നോട്ട് നിരോധനത്തിന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. കറൻസി ഇല്ലാതെ നീറിപ്പുകഞ്ഞ നാൾ തുടരുമെന്നാണ് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്നത്. നവംബർ 8-ാം തീയതി രാത്രി 8 മണിക്ക് ഇന്ത്യൻ ജനതയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച മോദിയുടെ പ്രസ്താവന ഇങ്ങനെ: आज मध्यरात्रि यानी 8 नवंबर 2016 की रात्रि को 12 बजे से वर्तमान में जारी 500 रुपये,
और 1,000 रुपए के करेंसी नोट लीगल टेंडर नहीं रहेंगे। ഇന്ത്യയെ സാമ്പത്തികമായും സാമൂഹികമായും അന്ധകാരത്തിലേക്ക് തള്ളിയ ചരിത്ര പ്രസ്താവന 50 നാൾ പിന്നിടുമ്പോൾ രാജ്യത്തിന്റെ ഭാവി എങ്ങോട്ടെന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം പൂർണ്ണമായിട്ടില്ല. 50 നാൾ തരൂ, രാജ്യത്തെ കള്ളപ്പണവും ഭീകരപ്രവർത്തനവും അവസാനിപ്പിക്കാം എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ സഹിഷ്ണുതയോടെ ആദ്യനാളുകളിൽ സ്വീകരിച്ച ജനങ്ങൾ സഹനശക്തി നശിച്ച് തെരുവിലേക്കിറങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് നാം കണ്ടത്. മോദിയുടെ വികല നയത്തിലൂടെ രക്തസാക്ഷിത്വം വരിച്ചത് 100-ലേറെ പേരാണ്. നോട്ട് നിരോധനം 50 ദിനം പിന്നിട്ടപ്പോഴും ATMകൾക്ക് മുന്നിലെ നീണ്ട വരിക്ക് ഇപ്പോഴും മാറ്റമില്ല. രാജ്യത്തെ ഭൂരിഭാഗം ATMകളും ഇപ്പോഴും കറൻസി രഹിതമാണ്. പല ബാങ്കുകളിലും പണവിതരണം റേഷൻ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. തുഗ്ലക് നയമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ വിശേഷിപ്പിച്ചപ്പോഴും ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാനോ ചരിത്ര പ്രതിസന്ധിയിൽ ജനങ്ങൾക്ക് ബോധ്യമായ വിശദീകരണം നൽകാനോ പ്രധാനമന്ത്രി തയ്യാറായില്ലെന്നത് ബാക്കി പത്രം. കള്ളപ്പണവും കള്ളനോട്ടും തടയുന്നതിനായാണ് നോട്ട് അസാധുവാക്കൽ നടപടിയെന്ന് തുടക്കത്തിൽ അവകാശപ്പെട്ടെങ്കിലും പിൻവലിച്ച നോട്ടുകൾ വൻതോതിൽ ബാങ്കുകളിലേക്ക് ഒഴുകിയതോടെ മോദി സർക്കാരിന്റെ വാദം പൊളിഞ്ഞു. ഈ നിലപാട് തിരുത്തി കറൻസി രഹിത സമ്പദ് വ്യവസ്ഥയിലേക്ക് രാജ്യത്തെ നയിക്കുന്നതിനായാണെന്ന് വാദിച്ചു. നവംബർ 8-ന്റെ പ്രഖ്യാപനത്തിൽ കള്ളപ്പണമെന്ന വാക്ക് 18 വട്ടം ആവർത്തിച്ച പ്രധാനമന്ത്രി അന്നൊരിക്കൽ പോലും കറൻസി രഹിത സമ്പദ് വ്യവസ്ഥയെന്ന് പറഞ്ഞിരുന്നില്ല. മാത്രമല്ല, ഡിജിറ്റൽ പണമിടപാടുകളിലേക്ക് നീങ്ങുന്നതിന് ഇത്തരം നടപടിയുടെ ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിനും സർക്കാരിന് മറുപടിയില്ലായിരുന്നു. 50 നാൾ കഴിഞ്ഞാൽ നിങ്ങളെന്നെ തൂക്കിലേറ്റു എന്ന മോദിയുടെ വാക്ക് കാലം രേഖപ്പെടുത്തിയ ചരിത്രമണ്ടത്തരമായും ഒപ്പം 125 കോടി ജനങ്ങളുടെ ഗതികേടായും രേഖപ്പെടുത്തും. ന്യൂസ് ഡെസ്ക്. നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നൽകിയ ഉറപ്പുകൾ പലതവണ ലംഘിക്കപ്പെടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. നോട്ട് പിൻവലിച്ച നടപടിയെ ആദ്യം അനുകൂലിച്ചവർ പോലും പിന്നീട് വാഗ്ദാന ലംഘനങ്ങൾ തുടർക്കഥയായപ്പോൾ മോഡിയെ തള്ളിപ്പറഞ്ഞു. വാക്ക് പാലിക്കാത്ത പ്രധാനമന്ത്രിയെ ജനങ്ങൾ വിസ്തരിക്കണമെന്ന് മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. നവംബർ 8-ലെ ആ അപ്രതീക്ഷിത പ്രഖ്യാപനത്തിൽ നോട്ട് നിരോധനത്തിലൂടെ താൽക്കാലിക ബുദ്ധിമുട്ടുണ്ടാകുമെന്നും എന്നാൽ രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കുന്ന ചരിത്ര ദൗത്യത്തിൽ അണിചേരണമെന്നും പ്രധാനമന്ത്രി തന്റെ പൗരന്മാരോട് ആഹ്വാനം ചെയ്തു. ആർക്കും പണം നഷ്ടപ്പെടില്ലെന്നും ഭീതി വേണ്ടെന്നുമുള്ള ഉറപ്പും നൽകി. ഡിസംബർ 30 വരെ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലും പ്രതിദിനം 4000 രൂപയുടെ പഴയ നോട്ടുകൾ മാറാമെന്ന പ്രധാനമന്ത്രിയുടെ ഉറപ്പ് ദിവസങ്ങൾക്കുള്ളിൽ പാഴ്വാക്കായി. നവംബർ 10-ന് RBI ഉത്തരവിലൂടെ പരിധി 4500-ആയി ഉയർത്തിയെങ്കിലും നവംബർ 17-ന് മറ്റൊരു ഉത്തരവിലൂടെ അത് 2000-ആയി കുറച്ചു. ATM വഴിയുള്ള പരമാവധി പിൻവലിക്കൽ പ്രതിദിനം 2000 എന്നത് പിന്നീട് 2500-ആയി ഉയർത്തിയെങ്കിലും ദിവസങ്ങൾക്കകം പഴയപടിയാക്കി. ഡിസംബർ 30 വരെ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലും പഴയ നോട്ടുകൾ മാറിയെടുക്കാമെന്ന പ്രധാനമന്ത്രിയുടെ ഉറപ്പും ലംഘിക്കപ്പെട്ടു. നവംബർ 24-ന് ശേഷം ബാങ്കുകളിൽ നോട്ട് മാറി നൽകുന്നത് നിർത്തലാക്കി. സ്വന്തം അക്കൗണ്ടിൽ പരിധിയില്ലാതെ നിക്ഷേപിക്കാമെന്ന വാക്കും പാലിക്കാൻ പ്രധാനമന്ത്രിക്കായില്ല. 5000-ൽ അധികം വരുന്ന തുക ഒരു തവണ മാത്രമേ നിക്ഷേപിക്കാനാവൂ എന്ന് ഡിസംബർ 19-ന് RBI ഉത്തരവിറക്കി. ഇതുകൂടാതെ പണം മാറാൻ എത്തുന്നവരെ ക്യാമറ വെച്ച് നിരീക്ഷണം, വിരലിൽ മഷിയടയാളം, സത്യവാങ്മൂലം എഴുതി വാങ്ങൽ അങ്ങനെ തുടങ്ങി ചരിത്ര ദൗത്യത്തിൽ അണിചേർന്ന പൗരന്മാരെ പല രീതിയിൽ പരീക്ഷിച്ചു. എന്നിരുന്നാലും എല്ലാ പ്രശ്നങ്ങളും ഡിസംബർ 30-ഓടെ പരിഹരിക്കുമെന്ന ഉറപ്പെങ്കിലും പാലിക്കപ്പെടുമെന്ന വിശ്വാസം നിലനിന്നു. ആ വാക്കും പാലിക്കാനാകില്ലെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ജനങ്ങളോട് മാപ്പ് പറയാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്നാണ് മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ ആവശ്യം. ജനങ്ങളോട് പ്രക്ഷേപണ പ്രസംഗത്തിലൂടെ രാഷ്ട്രത്തോട് അദ്ദേഹം നടത്തിയ ഒരു വാഗ്ദാനം, ആ വാഗ്ദാനത്തിന്റെ നഗ്നമായ ലംഘനം, വാഗ്ദാന ലംഘനത്തിന് ജനങ്ങൾ ഈ പ്രധാനമന്ത്രിയെ വിസ്തരിക്കണം. നവംബർ 8-ലെ പ്രഖ്യാപനത്തിന് ശേഷം നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട 100ഓളം ഉത്തരവുകളാണ് പുറത്തിറങ്ങിയത്. അതായത് പ്രധാനമന്ത്രിക്ക് പറഞ്ഞ വാക്ക് പലതവണ മാറ്റിപ്പറയേണ്ടി വന്നു. ജനങ്ങളോട് വിശ്വാസവഞ്ചനയും വാഗ്ദാന ലംഘനവും നടത്തിയെന്ന അടിവരയോടുകൂടിയായിരിക്കും മോഡി ഇനി ചരിത്ര താളുകളിൽ അറിയപ്പെടുക. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ ഗോപി കടവള്ളൂരിനൊപ്പം M സന്തോഷ്. സംസ്ഥാന ബജറ്റ് ജനുവരിയിൽ ഉണ്ടാകില്ല. നോട്ട് പ്രതിസന്ധിയെ തുടർന്ന് ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യമോ ആകും ബജറ്റ് അവതരണമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. നോട്ട് പ്രതിസന്ധിയും കേന്ദ്ര ബജറ്റും വിലയിരുത്തിയ ശേഷമാകും സംസ്ഥാന ബജറ്റ്. അതേസമയം ജനുവരിയിൽ സംസ്ഥാനത്ത് ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി. നോട്ട് പ്രതിസന്ധിയെ തുടർന്ന് സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്ന പശ്ചാത്തലത്തിലാണ് സംസ്ഥാന ബജറ്റ് അവതരണം തന്നെ നീട്ടിയത്. ബജറ്റ് ജനുവരി അവസാനമായി അവതരിപ്പിക്കാനായിരുന്നു നേരത്തെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ നോട്ട് പ്രതിസന്ധിയെ തുടർന്ന് ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യമോ ആകും ബജറ്റ് അവതരിപ്പിക്കുകയെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. കേരളത്തിലെ ബഡ്ജറ്റ് നേരത്തെ ആക്കാൻ പറ്റില്ല. മറിച്ച് ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യമായിട്ടായിരിക്കും കേരളത്തിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുക. അത് സംസ്ഥാന
മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ശമ്പളത്തിന് മുടക്കമുണ്ടാവില്ല. കൃത്യം ജനുവരി 3 മുതലുള്ള ദിവസങ്ങളിൽ എന്നാണോ ശമ്പളം ലഭിക്കേണ്ടത് അവർക്കന്ന് ശമ്പളം അല്ലെങ്കിൽ പെൻഷൻ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ട്രഷറിയിലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടുകൊടുത്തിരിക്കും. നോട്ട് പ്രതിസന്ധിയും കേന്ദ്ര ബജറ്റും വിലയിരുത്തിയ ശേഷം മാത്രമേ സംസ്ഥാന ബജറ്റ് ഉണ്ടാവുകയുള്ളൂ. ജനുവരിയിലെ വരവും വരുമാനവും ചെലവും അറിഞ്ഞതിനു ശേഷം മാത്രമേ ബജറ്റ് അവതരിപ്പിക്കാനാകൂവെന്നും ധനമന്ത്രി വ്യക്തമാക്കി. എന്നാൽ ജനുവരിയിൽ ശമ്പളവും പെൻഷനും മുടങ്ങില്ല. കൃത്യമായി 3-ാം തീയതി തന്നെ ശമ്പളവും പെൻഷനും അവരുടെ അക്കൗണ്ടിൽ നൽകും. ഇത് പൂർണ്ണമായി പിൻവലിക്കാനാകുമോ എന്നത് പറയാനാകില്ലെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനെ സഹായിക്കണമെന്നും കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നടപടിയാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കാൻ പോകുന്നതെന്നും ഐസക് കുറ്റപ്പെടുത്തി. ധനക്കമ്മി ഗണ്യമായി ഉയർത്തുന്നതിന് ഒരു തടസ്സവുമില്ല. അതുകൊണ്ട് സ്വല്പം ദീർഘവൃഷ്ടിയോടുകൂടിയുള്ള ഒരു ധനനയം കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്നത്തെ പ്രവണത ഞാൻ കാണുന്നത് മുതലാളിമാർക്ക് ഇതിൻ്റെ പേര് പറഞ്ഞ് നികുതി ആനുകൂല്യം നൽകാനാണ്. അതേസമയം വരാൻ പോകുന്നത് രൂക്ഷമായ നോട്ട് പ്രതിസന്ധിയാണെന്ന് ധനകാര്യ സെക്രട്ടറി ധനമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. PSC റാങ്ക് പട്ടികകളുടെ കാലാവധി നീട്ടി. 2016 ഡിസംബർ 31-നും 2017 ജൂൺ 30-നുമകം 3 വർഷം കാലാവധി പൂർത്തിയാക്കുന്ന ലിസ്റ്റുകളുടെ കാലാവധിയാണ് PSC നീട്ടിയത്. 6 മാസത്തേക്കാണ് കാലാവധി നീട്ടി നൽകിയത്. മന്ത്രിസഭാ യോഗത്തിന്റെ ശുപാർശയാണ് PSC അംഗീകരിച്ചത്. PSCയുടെ ഇന്ന് ചേർന്ന പ്രത്യേക യോഗത്തിലാണ് റാങ്ക് പട്ടികകളുടെ കാലാവധി നീട്ടാൻ തീരുമാനിച്ചത്. 2016 ഡിസംബർ 31-ന് 3 വർഷം തികയുന്നതും 2017 ജൂൺ 30-നകം 3 വർഷം പൂർത്തിയാക്കുന്നതുമായ ലിസ്റ്റുകളുടെ കാലാവധിയാണ് 6 മാസത്തേക്ക് നീട്ടിയത്. PSC ചെയർമാൻ MK സക്കീർ 31/12/2016 തീയതി 3 വർഷം പൂർത്തീകരിക്കുന്ന റാങ്ക് ലിസ്റ്റുകളും 30/6/2017 വരെ 3 വർഷ കാലാവധി വന്ന് ഭവിക്കുന്നതുമായ റാങ്ക് ലിസ്റ്റുകൾ 6 മാസത്തിൻ്റെ എക്സ്റ്റൻഷൻ ബെനിഫിറ്റ് നൽകിക്കൊണ്ട് നീട്ടുവാൻ തീരുമാനിച്ചു. നീട്ടിയ റാങ്ക് ലിസ്റ്റിൻ്റെ തസ്തിക തന്നെ ചൂണ്ടിക്കാണിക്കുന്ന മറ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി പോകും. യൂണിഫോംഡ് ഫോഴ്സിലെ ലിസ്റ്റുകളായ പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ് എന്നിവയ്ക്ക് തീരുമാനം ബാധകമല്ല. KSEB, മസ്ദൂർ, നഴ്സുമാരുടെ റാങ്ക് പട്ടികയ്ക്കും ആനുകൂല്യം ലഭിക്കില്ല. ജില്ലാ അടിസ്ഥാനത്തിലെ 90-ഉം സംസ്ഥാനാടിസ്ഥാനത്തിലെ 100-ഓളം റാങ്ക് പട്ടികകൾക്കുമാണ് തീരുമാനത്തിന്റെ ആനുകൂല്യം ലഭിക്കുക. ആവശ്യക്കാരെ തിരിഞ്ഞുപിടിച്ചല്ല, നിയമാനുസൃതമാണ് PSC തീരുമാനമെടുത്തതെന്നും ചെയർമാൻ വിശദീകരിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാലാവധി കഴിയുന്ന റാങ്ക് പട്ടികയിലെ ഉദ്യോഗാർത്ഥികൾ സമരം ആരംഭിച്ച സാഹചര്യത്തിലാണ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗം റാങ്ക് പട്ടികകളുടെ കാലാവധി നീട്ടണമെന്ന ശുപാർശ PSCക്ക് നൽകിയത്. ഈ ശുപാർശയാണ് ഇന്ന് PSC അംഗീകരിച്ചത്. നിയമനങ്ങൾ വേഗത്തിലാക്കാൻ ഈ റിപ്പോർട്ടിംഗ് എത്രയും വേഗം നടപ്പിലാക്കുമെന്നും PSC ചെയർമാൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശ്രീനാരായണ ഗുരു ഹിന്ദു മതാചാരൻ ആണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗുരു എന്തിനെതിരെ പോരാടിയോ അതിന്റെ ആളായി വരുത്തി തീർക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 84ാമത് ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ശ്രീനാരായണ ഗുരുവിനെ ഹിന്ദു സന്യാസിയായി മാത്രം ചുരുക്കാനുള്ള സംഘപരിവാർ അജണ്ടയ്ക്കെതിരെ ആഞ്ഞടിച്ചത്. നമുക്ക് ജാതിയില്ലെന്ന് ഗുരു തന്നെ പറയുമ്പോൾ അതിന് പുതിയ വ്യാഖ്യാനവുമായി ആരും വരേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ആ ജാഗ്രത ഉണ്ടായില്ലെങ്കിൽ ഗുരു എന്തിനൊക്കെ വേണ്ടി നിലകൊണ്ടോ അതിനൊക്കെ എതിരായ പക്ഷത്തേക്ക് ഗുരുവിനെ തട്ടിയെടുത്തു കൊണ്ടുപോയി പുനഃപ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും എന്ന് നാം കാണണം. ഗുരു എന്തിനൊക്കെ എതിരെയാണോ പൊരുതിയത് അതിൻ്റെയൊക്കെ വക്താവായി ഗുരുവിനെ തന്നെ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. ഭൗതികവും ആത്മീയവുമായ തീർത്ഥാടനമാണ് ഓരോ ശിവഗിരി തീർത്ഥാടനവുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ആധ്യാത്മികമായ ശുദ്ധീകരണത്തോടൊപ്പം ഭൗതികമായ അഭിവൃദ്ധി കൂടി ശിവഗിരി തീർത്ഥാടനം ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതും ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ്. അരുവിപ്പുറം പ്രതിഷ്ഠയുടെ 100ാം വാർഷിക സമ്മേളനത്തിന് പിറ്റേ ദിവസം ഇറങ്ങിയ പാർട്ടി പത്രത്തിൽ ഒരു മുൻ മുഖ്യമന്ത്രി ഗുരുദർശനങ്ങൾക്ക് പ്രസക്തിയില്ലെന്ന് എഴുതിയതായി ഒ രാജഗോപാൽ MLA ആരോപണം ഉന്നയിച്ചു. ശ്രീനാരായണ ഗുരുവിനെ അപമാനിച്ചു എന്ന ഒ രാജഗോപാലിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പിന്നാലെ സംസാരിച്ച A സമ്പത്ത് മറുപടി നൽകി. ശിവഗിരിയിലെ ലൈബ്രറിക്ക്
MP ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ എ സമ്പത്ത് പ്രഖ്യാപിച്ചു. സ്വാമി സച്ചിദാനന്ദ രചിച്ച ശ്രീനാരായണ ദർശനങ്ങൾ ഗുരുസ്തവത്തിൽ എന്ന പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടു. സ്വാമി വിശുദ്ധാനന്ദ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ വർക്കല MLA വി ജോയി, ഗോകുലം ഗോപാലൻ, പി വിജയൻ IPS എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഒറ്റപ്പാലം കടമ്പഴിപ്പുറത്ത് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് വിദ്യാർത്ഥിനി മരിച്ചു. കടമ്പഴിപ്പുറം മാവടിയിലെ ഗോപാലകൃഷ്ണന്റെ മകൾ 8 വയസ്സുകാരി അനഖയാണ് മരിച്ചത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം. കഴിഞ്ഞ ശനിയാഴ്ച വിവാഹ സൽക്കാര ചടങ്ങിൽ വിളമ്പിയ ഭക്ഷണത്തിൽ നിന്നാണ് അനഖയടക്കം 70ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റത്. ഇവരിൽ 13 പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. അനഖയുടെ ആരോഗ്യസ്ഥിതി കഴിഞ്ഞ ദിവസം മോശമാവുകയും മരണപ്പെടുകയുമായിരുന്നു. വിജിലൻസ് മുൻ ഡയറക്ടർ N. ശങ്കർ റെഡ്ഡിയുടെ നിയമനത്തിലും സ്ഥാനക്കയറ്റത്തിലും പ്രാഥമിക അന്വേഷണത്തിന് കോടതി ഉത്തരവ്. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, G. തോംസൺ എന്നിവരുടെ പങ്കും അന്വേഷിക്കും. ഫെബ്രുവരി 15-നകം അന്വേഷണ റിപ്പോർട്ട് നൽകണം. UDF സർക്കാരിന്റെ കാലത്ത് ADGP ആയിരുന്ന N. ശങ്കർ റെഡ്ഡിക്ക് DGP റാങ്കും വിജിലൻസ് ഡയറക്ടറായി നിയമനവും നൽകിയതിൽ ചട്ടലംഘനമുണ്ടോ എന്ന് അന്വേഷിക്കാനുമാണ് കോടതി ഉത്തരവ്. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയാണ് പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കഴിഞ്ഞ UDF സർക്കാർ അന്നത്തെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ 3 റിപ്പോർട്ടുകൾ തള്ളിയാണ് മന്ത്രിസഭായോഗം ചേർന്ന് 4 ADGPമാരെ DGPമാരായി സ്ഥാനക്കയറ്റം നൽകിയത്. കണ്ണൂർ വിമാനത്താവള പ്രദേശത്ത് മരം മുറിച്ചതിലെ അഴിമതിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർക്ക് അനുകൂല നിലപാടെടുത്തതിനാണ് N. ശങ്കർ റെഡ്ഡിക്ക് സ്ഥാനക്കയറ്റം എന്നാരോപിക്കുന്ന പൊതുപ്രവർത്തകനായ പായിച്ചിറ നവാസിന്റെ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മുൻ ചീഫ് സെക്രട്ടറി G. തോംസൺ എന്നിവർക്കെതിരെയും അന്വേഷണമുണ്ടാകും. 4 കേഡർ DGP തസ്തികകൾ മാത്രം നിലനിൽക്കെ പുതിയ തസ്തികകൾ അനുവദിക്കാൻ കഴിയുമോ എന്ന് കോടതി നേരത്തെ ആരാഞ്ഞിരുന്നു. എന്നാൽ ഇതിൽ അപാകതയില്ലെന്നും പുതിയ തസ്തിക സൃഷ്ടിച്ച ശേഷം കേന്ദ്രത്തെ അറിയിക്കുകയായിരുന്നുവെന്നുമാണ് പ്രോസിക്യൂഷൻ നൽകിയിരിക്കുന്ന വിശദീകരണം. കേസിൽ പ്രാഥമിക അന്വേഷണം നടത്തി ഫെബ്രുവരി 15-ന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതി ഉത്തരവ്. ശങ്കർ റെഡ്ഡിക്കൊപ്പം മറ്റ് 4 പേർക്ക് കൂടി അന്ന് DGP റാങ്ക് നൽകിയിരുന്നതിനാൽ സർക്കാർ ഉത്തരവ് പൂർണ്ണമായും വിജിലൻസിന് അന്വേഷിക്കേണ്ടിവരും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായുള്ള പ്രചാരണ വാഹനത്തിന് ആലപ്പുഴ ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരൻ ഫ്ളാഗ് ഓഫ് നൽകി സ്വീകരിച്ചു. 2 ദിവസമാണ് ജില്ലയിലെ പര്യടനം. നല്ല വെള്ളം വേണം, നല്ല വായു വേണം, നല്ല നെല്ലുകതിരിടും, നല്ല വയലു വേണം. മനുഷ്യനും പ്രകൃതിയുമായുള്ള ആത്മബന്ധം പുനഃസ്ഥാപിക്കുകയാണ് ഹരിത കേരളം ലക്ഷ്യമിടുന്നതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരൻ പറഞ്ഞു. ഹരിത കേരളം മിഷന്റെ പ്രചരണാർത്ഥമുള്ള എക്സ്പ്രസ് പ്രദർശന വാഹനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രദർശന വാഹനത്തോടൊപ്പമുള്ള കലാസംഘത്തിന്റെ പ്രകടനവും നാടൻപാട്ടും ആസ്വദിച്ചതിന് ശേഷമാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. ജലവും കൃഷിയും തമ്മിലുള്ള ആത്മബന്ധം പുനഃസ്ഥാപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഗ്രാമീണമായ സംസ്കൃതിയെയും സമ്പത്തിനെയും കൃഷിയെയും ഫലമൂലാദികളെയും ഉപേക്ഷിച്ച് നമ്മൾ സായിപ്പനെ അനുകരിക്കാൻ വേണ്ടി പോയി. ശരിക്കും സായിപ്പനെ അനുകരിച്ചില്ല. സായിപ്പ് ഒരിക്കലും അവരുടെ ഫലവൃക്ഷങ്ങൾ നശിപ്പിക്കില്ല. ജില്ലാ അതിർത്തിയായ കായംകുളത്തെ സ്വീകരണത്തിന് ശേഷം മാവേലിക്കര, നങ്ങ്യാർകുളങ്ങര, ഹരിപ്പാട് തുടങ്ങി ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിലും പ്രദർശന വാഹനമെത്തി. ജയചന്ദ്രൻ കടമ്പനാടിന്റെ നേതൃത്വത്തിലുള്ള ഗ്രാമീണ ഗായക സംഘം കൃഷി, ജൈവജീവനം തുടങ്ങിയ പാട്ടുകളും പ്രധാന കേന്ദ്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്നു. നല്ല പുഴകൾ കേൾക്കി, നല്ല മലകൾ കാണി, നല്ല കിളികൾ പാടും, നല്ല നാൾ വരെ. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കേരള ദിനേശ് ബീഡി സഹകരണ സംഘം ഇന്ന് വൈവിധ്യവൽക്കരണത്തിന്റെ പാതയിലാണ്. കോർപ്പറേറ്റ് വിപണിയിൽ ശക്തമായി മത്സരിച്ച് മുന്നേറുന്ന സംഘത്തെ ഇതിനിടയിൽ നിരവധി അവാർഡുകളും തേടിയെത്തി. 1990-ൽ പുകയില വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ദിനേശ് മേഖല പ്രതിസന്ധിയിലായെങ്കിലും ദിനേശിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ അത്ഭുതാവഹമായിരുന്നു. 96 മുതൽ ദിനേശ് ബീഡി പരമാവധി തൊഴിലാളികളെ ഇതര വ്യവസായ മേഖലകളിലേക്ക് പുനരധിവസിപ്പിച്ചു. 97-ൽ ദിനേശ് ഫുഡ്സ് ഭക്ഷ്യ സംസ്കരണ രംഗത്തും 99-ൽ ഡിറ്റ്സ് എന്ന പേരിൽ ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്തും പിന്നീട് കുട നിർമ്മാണ രംഗത്തും ദിനേശ് അപ്പാരൽസ് വസ്ത്രനിർമ്മാണ രംഗത്തും തനതായ മുദ്ര പതിപ്പിച്ചു. കറി പൗഡറുകൾ, അച്ചാറുകൾ, സ്ക്വാഷുകൾ, തേങ്ങാപ്പാൽ, ഡെഡിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് ചിപ്സ്, ദിനേശ് ചായ എന്നിവ പ്രിയങ്കര ഉൽപ്പന്നങ്ങളായി വിപണി കീഴടക്കിയത് ചുരുങ്ങിയ കാലം കൊണ്ടാണ്. 2015-ലാണ് തേങ്ങാപ്പാൽ ആദ്യമായി ആസ്ട്രേലിയയിലേക്ക് കയറ്റുമതി ചെയ്തത്. പുതിയ ഹെയർ ടോണും ഉടൻ വിപണിയിലെത്തും. തേങ്ങാപ്പാലിന് നല്ല ഡിമാൻഡ് ഉണ്ട്. വലിയൊരു ഭാവിയാണ് തേങ്ങാപ്പാലിന് കാണുന്നത്. അതേമാതിരി തന്നെ ഇപ്പോഴും ഞങ്ങൾ ഇറക്കിയ ലോങ് ആൻഡ് സ്ട്രോങ് എന്ന് പറഞ്ഞ തലമുടി കൊഴിയാതിരിക്കാനും ഡാൻഡ്രഫിനും ഫൈറ്റ് ചെയ്യുന്ന നല്ല സാധനം. ദിനേശ് അപ്പാരൽസിന്റെ ഷർട്ടുകളും
വിപണിയിൽ ബ്രാൻഡഡ് ജനപ്രിയ ഉൽപ്പന്നങ്ങളായി വിറ്റഴിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാപാര വികസന സംഘടനയായ അസോച്ചം 2016 ഏറ്റവും നല്ല ചെറുകിട വ്യവസായത്തിന് നൽകുന്ന ഫെയർ ബിസിനസ് പ്രാക്ടീസസ് അവാർഡിന് 3ാം തവണയും ദിനേശ് അർഹമായി. വ്യവസായ സംരംഭങ്ങളിലൂടെ മികച്ച സാമൂഹ്യ സേവനത്തിനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ അവാർഡും 2015 ദിനേശിനെ തേടിയെത്തി. മുതലാളിത്ത ചരക്കോൽപാദന വ്യവസ്ഥയിൽ കോർപ്പറേറ്റ് വിപണിയിൽ ശക്തമായി മത്സരിച്ചുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയിലൂടെ വിജയിക്കാനാവുമെന്ന് തെളിയിക്കുകയാണ് ദിനേശ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.